47 പേരാണ് സർക്കാരിന്റെ കണക്കിൽ ചൂരൽമല ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത്. ഒരിക്കലും മടങ്ങി വരില്ലെന്ന് അറിഞ്ഞിട്ടും ഇവരുടെ ബന്ധുക്കൾ ഇവർക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. ഒന്നുകിൽ ഇവർക്കായി തിരച്ചിൽ തുടരണം, അല്ലെങ്കിൽ ഇവരെ മരിച്ചതായി കണക്കാക്കി സർക്കാർ രേഖകൾ നൽകണം. ഇവരുടെ ആവശ്യം ഇത്രമാത്രമാണ്. എൻ്റെ മക്കളും അതുപോലെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനും എല്ലാം ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ ആ മക്കളെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ഭാര്യ, കാരണം ഒരു അമ്മയാണ് അവൾ, ഇപ്പോഴും 126 ദിവസമായിട്ട് മക്കൾ എവിടെയെന്ന് ചോദിച്ചിട്ട് പോലും അവൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എൻ്റെ ഇക്കാനെ കിട്ടിയിട്ടില്ല, ഇക്കാൻ്റെ DNA അറിഞ്ഞിട്ടില്ല. അതുപോലെ ഇക്കാൻ്റെ ഏട്ടൻ്റെ 2 മക്കളത് അങ്ങനെ 42 പേരുണ്ട് ഇനിയും കിട്ടാൻ. DNA ഇന്ന് വരും നാളെ വരും എന്ന് പറയല്ലാതെ അതിനെക്കുറിച്ചും യാതൊരു ഇതുമില്ല. തന്റെ പൊന്നോമനകളായ 2 മക്കളെയാണ് സുബൈർ കാത്തിരിക്കുന്നതെങ്കിൽ ജസലയുടെ കാത്തിരിപ്പ് തന്റെ പ്രിയതമൻ ഷാജഹാന് വേണ്ടിയാണ്. ചൂരൽമല സ്വദേശി അബൂബക്കറിന് ഭാര്യ ആയിഷയും മൻസൂറിന് ഉമ്മ പാത്തുമ്മയും ഇന്നും വിങ്ങുന്ന ഒരോർമ്മയാണ്. കാരണം ഇവരുടെയൊന്നും ശേഷിപ്പ് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതല്ലെങ്കിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഇവരുടേതെന്ന് തെളിയിക്കുന്ന പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. സർക്കാരിന് മുൻപിൽ ഇവരുടെയെല്ലാം അപേക്ഷ പരിഗണിക്കപ്പെടാതെ കിടക്കുകയാണെന്ന് MLA ടി സിദ്ദിഖ്. നിങ്ങളോട് എത്ര തവണ ചോദിച്ചു, എത്ര തവണ നിങ്ങളോട് പറഞ്ഞു, ഒന്ന് നിങ്ങൾ തെരച്ചിൽ നടത്തൽ പ്രവർത്തനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അത് കുടുംബത്തിന്റെ ഏറ്റവും വലിയ വേദനയാണ്. എല്ലാം മായ്ച്ചു കളഞ്ഞ ദുരന്തമേൽപ്പിച്ച മുറിവുകളിൽ നിന്നും ഒരു നാട് കരകയറാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ കൊളുത്തു വലിക്കുന്ന ഉണങ്ങാത്ത മുറിവുകളായി കാണാമറയത്തുള്ളവരുടെ ഓർമ്മകൾ അവശേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി പൂക്കളർപ്പിക്കാൻ അവരെ കണ്ടെത്തിയേ തീരൂ. അതല്ലെങ്കിൽ ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ലെന്ന് സർക്കാർ അടയാളപ്പെടുത്തി നൽകണം. നടപടിക്രമങ്ങൾക്കപ്പുറത്ത് മനുഷ്യത്വമാണ് ഈ നാടിന് വേണ്ടത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.